പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് ലളിത സുധാമയി ദേവിദാസി മാതാജിയാണ്. മാതാജിയെ ഗീതാമാഹാത്മ്യം പറയുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. വെൽക്കം ടു ദി സെഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആദ്യം ഗുരു പരമ്പരകളുടെയും ഭഗവാന്റെയും അനുഗ്രഹം നേടി പ്രാർത്ഥിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ഹരേ കൃഷ്ണ. ശ്ലോകം 1. ഗീതാമാഹാത്മ്യം. ശ്ലോകം 1. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പഠേത് പ്രയതഃ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാധിവർജിതഃ. ഇവിടെ ഭഗവത്ഗീതയെ ഒരു ശാസ്ത്രം എന്നാണ് പറയുന്നത്. എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട സത്യം എന്നാണ് പറയുന്നത്. ശാസ്ത്രം അതായത് അനേകം തലമുറകളായിട്ട് ഭഗവത്ഗീത പഠിച്ച് അനേകം ഉന്നതരായിട്ടുള്ള വിവേക ബുദ്ധിയുള്ള വ്യക്തികൾ അത് പഠിച്ച് ജീവിതത്തിൽ പ്രയോഗിച്ച് ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണ്, എന്നാൽ ഇതിൽ എന്തെങ്കിലും തെറ്റായിട്ട് യാതൊന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭഗവത്ഗീതയെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഗീതാശാസ്ത്രം ഇതം പുണ്യം. എന്താണ് പുണ്യം എന്നാൽ? പുണ്യം എന്നാൽ പവിത്രം, ശുദ്ധീകരിക്കാൻ കഴിവുള്ള. നമ്മൾ സാധാരണയായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പുണ്യാഹം ചെയ്യാന്ന് പറയാറുണ്ട്. പുണ്യാഹം തെളിക്കുക വീടുകളിലൊക്കെ. എന്താണ് ഈ പുണ്യാഹം ചെയ്യാന്ന് പറഞ്ഞാല് ശുദ്ധീകരിക്കുക എന്നാണ്. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ മാത്രം ശക്തി ഉള്ളത് കൊണ്ടാണ് ഗീതാശാസ്ത്രമിതം പുണ്യം എന്ന് പറയുന്നത്. യപ്പഠേത്. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭഗവത്ഗീത നമുക്ക് നൽകിയിട്ടുള്ളത്? അത് പഠിക്കുന്നതിന് വേണ്ടി, നിത്യേന നമ്മൾ വായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത നൽകിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ഭഗവത്ഗീത പൂജാ റൂമിലൊക്കെ പട്ടിൽ പൊതിഞ്ഞിട്ടൊക്കെ സൂക്ഷിക്കാറുണ്ട്. അതിന് മാത്രമുള്ളതല്ല, പൂജാ റൂമിൽ വെക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല. അതുപോലെ വിഷു ഒക്കെ വരുമ്പോഴേ നമ്മൾ കണി കാണാൻ വേണ്ടി വെക്കാറുണ്ട്. അപ്പൊ അതിന് മാത്രമുള്ളതല്ല, അത് നിത്യേന പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു. പ്രയതഃ വിഷ്ണുപദം അവാപ്നോതി പറയുന്നു. അങ്ങനെ നിത്യേന ഭഗവത്ഗീത പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? ഭഗവാന്റെ ലോകത്തേക്ക് മരണശേഷം വിഷ്ണുപദം അവാപ്നോതി, അതായത് വൈകുണ്ഠ ലോകത്തിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. മാത്രമല്ല ഭയശോകാദി വർജിത, ഭയവും ശോകവും ഇല്ലാതാകും എന്ന് പറയുന്നു. ഇത് മരണശേഷം ലഭിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. കുട്ടികളെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോവോ, അല്ലെങ്കിൽ ജോലിയെ കുറിച്ചിട്ടുള്ള, ഇങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഭയം ഒക്കെ ഇല്ലാതാകാൻ നിത്യേന ഭഗവത്ഗീത വായിക്കുന്ന ഒരാളുടെ മനസ്സിന് ഈ ഒരു ഭയം ഇല്ലാതാക്കാൻ സ്വാഭാവികമായിട്ടും, ഭഗവത്ഗീത വായിക്കുന്ന ഒരാളുടെ സ്വാഭാവികമായിട്ടും ഇല്ലാതാവുന്നു എന്ന് പറയുന്നു. ഭഗവാൻ അതിനു വേണ്ടിയിട്ടുള്ള ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ ഭയം ഇല്ലാതാവുന്ന രീതിയിലുള്ള ഉപദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഭഗവാൻ പറയുന്നു, നെത്വം, 2ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നെത്വം ശോചിതും അർഹസി. അങ്ങനെ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ദുഃഖിക്കേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്നു. എന്ത് ദുഃഖമാണ് നമുക്ക് വന്നു ചേരുന്നത്? 2 തരത്തിലുള്ള ദുഃഖം നമുക്ക് വരാറുണ്ട്. ഇല്ലാത്തതിനെ കുറിച്ചിട്ടുള്ള ദുഃഖം, അല്ലെങ്കിൽ ഉള്ളതിൽ സംതൃപ്തി ഇല്ലാത്തതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ദുഃഖം. എന്നാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ലാതാവുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, സുനിത വില്യംസ് ബഹിരാകാശ യാത്രയിൽ
കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത്, ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആ ഒരു സമയത്ത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഇവർ ഭഗവത്ഗീത കൂടെ കൊണ്ടുവരുന്നത്? അവർ മറ്റൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ആ ഒരു വിഭ്രമം അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ ആ ഭഗവത്ഗീത കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ഉന്നതരായിട്ടുള്ള സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ, നമ്മൾ വേറെയും ചില ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മെട്രോ ശ്രീധരൻ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എപ്പോഴും ഭഗവത്ഗീത കയ്യിൽ കൊണ്ടു നടക്കാറുണ്ടെന്ന്. അപ്പോൾ ആ ഒരു പ്രഷർ, അവരെ ജീവിതത്തിൽ വരുന്ന ആ ഒരു ടെൻഷൻ, അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ഭഗവത്ഗീത കയ്യിൽ കൊണ്ടു നടക്കുന്നത്. കാരണം അവരൊക്കെ ഇത്തരം ഉന്നതരായിട്ടുള്ള ബുദ്ധിയുള്ള ഈ വ്യക്തികളൊക്കെ തന്നെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് ബോധ്യമായിട്ടുള്ളത് കൊണ്ടാണ് അവരെപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഭഗവത്ഗീത നമ്മുടെ എല്ലാ ദുഃഖവും ഭയവും ടെൻഷനും ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്ന്. അപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട്, അല്ലെ ഈ ഭഗവത്ഗീത പഠിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭഗവത്ഗീത പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ദുഃഖവും ഭയവും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ഒരു ഗ്യാരണ്ടി നൽകുകയാണ് ഇവിടെ. മറ്റേതെങ്കിലും ഒരു വിഷയം പഠിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭയം ഇല്ലാതാകുന്നോ അല്ലെങ്കിൽ ആരും തന്നെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നു, ഗീതാശാസ്ത്രമിതം പുണ്യം എപ്പടേ പ്രേതഭുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദിവർദ്ധിത. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഭയമില്ലാതെ സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കില്ല, അല്ലെ? സമാധാനം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് സുഖം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ഭഗവത്ഗീത നമുക്ക് വളരെയധികം സഹായിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. രണ്ടാമത്തെ ശ്ലോകം, ഗീതാ അധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മ കൃതാനി ച. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർവ കർമ്മങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പൂർവ കാലങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങളാണ് സാധാരണ നമ്മളെ അലട്ടുന്നത്. അത് പല വിധത്തിൽ നമുക്ക് വരാം. അസുഖമായിട്ട് വരാം, അല്ലെങ്കിൽ ദുഃഖമായിട്ട് വരാം, മനസ്സിലുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് വരാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമായിട്ട് വരാം. എന്നാൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഒന്നും തന്നെ നിത്യേന ഭഗവത്ഗീത വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ശ്രവിക്കുന്ന ഒരു വ്യക്തിയെ ബാധിക്കുന്നില്ല. കാരണം ഭഗവത്ഗീത നിത്യേന വായിക്കുക എന്നാൽ ഭഗവാനെ നേരിട്ട് ശരണം പ്രാപിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മുടെ എല്ലാ പാപങ്ങളും, പൂർവ്വകർമ്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകുന്നു എന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭഗവത്ഗീത, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഭഗവത്ഗീത ഒരു പരമ്പരകളിലൂടെ വന്ന ശ്രീലപ്രഭാതർ അതാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീലപ്രഭാതർ ഇതിന് യഥാരൂപം എന്ന് പേരിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിത്യേന ഭഗവത്ഗീത പഠിക്കാനും അത് വായിക്കുവാനും ചർച്ച ചെയ്യാനും ഉള്ള ആ ഒരു കാരുണ്യം ഒരു പരമ്പരകളും ഭഗവാനും ശ്രീ രാധാകൃഷ്ണനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനുള്ള ഒരു കാരുണ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീ പ്രഭാത് കി ജയ്, ശ്രീ ഗുരുദേവ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത എന്ന ശാസ്ത്രത്തെക്കുറിച്ചും എന്തിനു വേണ്ടി പഠിക്കണം എന്നൊക്കെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായി പറഞ്ഞു തന്ന ഹെർ ഗ്രേസ് ലളിത സുധാമയി ദേവിദാസി മാതാജിക്ക് നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാം. അടുത്തത് ഹരിനാമത്തിന്റെ മാഹാത്മ്യ ശ്രവണമാണ്. ഹരിനാമത്തിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മാഹാത്മ്യം, അല്ലെ? ഒരിക്കലും അവസാനിക്കാത്തതാണ് നാമമാഹാത്മ്യം. അനന്തദേവൻ 1000 നാവ് കൊണ്ട് പറഞ്ഞിട്ടും ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നാമമാഹാത്മ്യത്തെ പറ്റി പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് സീതാദേവി ദാസി മാതാജി, ഹെർ ഗ്രേസ് സുശീല സീതാദേവി ദാസി മാതാജിയാണ്. മാതാജിയെ നാമമാഹാത്മ്യം പറയുന്നതിനായി സാദരം ക്ഷണിക്കുന്നു.
ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. വെൽക്കം ടു ദി സെഷൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പ്രണാമം മാതാജി. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഈ ഗീതാ ക്ലാസിന്റെ സംഘാടകരോടും ഭക്തജനങ്ങളോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. എന്റെ കർത്തവ്യത്വത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഞാൻ എനിക്ക് തന്നിട്ടുള്ളത് ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറയാനാണ്. നമുക്കറിയാം ഹരിനാമ മഹാത്മ്യ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം തഥാദേ സ്വപതാന്തികം. ഹരേ കൃഷ്ണ. ഗുരുവിന്റെ ഭഗവാന്റെയും ഗൗരനിതായുടെയും ചരണാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ ഒരുപാട് വർണ്ണനകളുണ്ട്. ഇത് കുറെ ദിവസങ്ങളായി നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇത് നമുക്ക് നല്ല പോലെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ ഉറക്കണം. കാരണം അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് ഭഗവാന്റെ നാമങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളോട് ഹരിനാമത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത് ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിലെ ഗുപ്ത അവതാരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്നെ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ആണ് നമുക്ക് ഹരിനാമം ഹരേകൃഷ്ണ മന്ത്രം തന്നിട്ടുള്ളത്. അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പദ്യമുണ്ട്. ശിക്ഷാഷ്ടകം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ശിക്ഷാഷ്ടകത്തിലെ 2ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നാം കാരി ബഹുദാനി ച സർവശക്തി സത്രാത്പിതാ നിയമിത സ്മരണേന കാലഃ ഏതാദൃശീ തവ ഭഗവാൻ മമാപി ദുർദൈവമീദൃശ മിഹ ജനിനാനുരാഗഃ. ശ്ലോകത്തിന്റെ വിവർത്തനം ഇതാണ്. അതായത്, എന്റെ ഭഗവാനെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങളെ സർവക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കെൽപ്പുള്ളത്. അപ്പൊ അങ്ങക്ക് അനേകം നാമങ്ങളുണ്ട്. നമുക്കറിയാം ഭഗവാന് കൃഷ്ണൻ, ഗോവിന്ദൻ, നാരായണൻ, വാസുദേവൻ തുടങ്ങിയ അനേകം നാമങ്ങളുണ്ട്. നമ്മൾ തന്നെ ഭഗവാന്റെ നാമങ്ങൾ സഹസ്രനാമം ജപിക്കാറുണ്ട്, ഇല്ലേ? അപ്പൊ അത്രയും നാമങ്ങൾ ഭഗവാനുണ്ട്. ഈ നാമങ്ങൾ ഭഗവാൻ എങ്ങനെ കിട്ടിയത്? ഭഗവാന്റെ ഗുണത്തിലും ഭഗവാന്റെ ലീലകൾക്കും ആധാരമാക്കിയിട്ടാണ്, ഇല്ലേ? നമുക്കറിയാം, ഇല്ലേ? ഭഗവാന്റെ ഗുണത്തിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ ഭഗവാൻ കളിക്കുന്ന ഓരോ ലീലകളിൽ അങ്ങനെ കൂടിയിട്ടാണ് ഭഗവാന് പല പേരുകളും വന്നിട്ടുള്ളത്. അപ്പോ ഭഗവാന് അനേകം നാമങ്ങളുണ്ട്. അപ്പൊ ഈ ആധ്യാത്മിക നാമങ്ങളിലാണ് ഭഗവാന്റെ ശക്തി മുഴുവൻ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ശക്തി അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ നാമങ്ങൾക്ക് തന്നെ ശക്തിയുണ്ട്. നമ്മളെ ഭഗവാന്റെ ധാമത്തിലേക്ക് ത്രാണനം ചെയ്യാനുള്ള ശക്തി, പാപങ്ങളിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മളെ ഭഗവാന്റെ നാമത്തിലേക്ക് നയിക്കാനുള്ള ശക്തി നാമങ്ങൾക്ക് തന്നെ ഉണ്ട്. പക്ഷെ നമുക്കതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് അനുഭവമാവാത്തത്. അപ്പോ നമ്മളത് വിശ്വസിക്കണം. കാരണം ഭഗവാന്റെ നാമങ്ങൾക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് പുരാണങ്ങളിൽ നമ്മൾ അജാമിളന്റെ കഥ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അജാമിളന്റെ ഒറ്റ നാമത്തിൽ തന്നെ അജാമിളനെ യമദൂതന്മാരിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. ആ നാമത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞു. ഭഗവാൻ വരാതെ തന്നെ ആ നാമം തന്നെ അജാമിളനെ രക്ഷിച്ചു എന്നുള്ള പുരാണങ്ങളിൽ നമ്മൾ ശാസ്ത്രങ്ങളിൽ കണ്ടു. അപ്പൊ ഇതിൽ പറയുന്ന വെച്ചാല് ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ നാമങ്ങൾ ജപിക്കുന്നതിന് നികൃഷ്ടങ്ങളായിട്ടുള്ള യാതൊരു നിയമവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അങ്ങനെ ഒരു പ്രത്യേക നിയമങ്ങളോ നിബന്ധനകളോ ഒന്നും ഈ നാമത്തിനില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ ഈ നാമമാണ് നമുക്ക് ജപിക്കാനായിട്ട് തന്നിരിക്കുന്നത്. കാരണം ഇത് കലിയുഗത്തിലെ ജനങ്ങളെ എങ്ങനെയുള്ളതാണെന്ന് ഭഗവാൻ അറിയാം. കലിയുഗം എന്ന് പറഞ്ഞാല് മണ്ടന്മാരായിട്ടും അലസന്മാരായിട്ടും അതുപോലെ അല്പായുസുകളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് തപസ് ചെയ്യാനോ അല്ലെങ്കിൽ യജ്ഞങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അതുപോലെ വിഗ്രഹാരാധന അങ്ങനെയുള്ള ഒന്നും ചെയ്യേണ്ട. ഈ നാമത്തിൽ മാത്രം ആശ്രയിച്ച് നാമത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങള് ഈ സംസാര സാഗരത്തിൽ നിന്ന് ത്രാണനം ചെയ്യാൻ അവർക്ക് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഈ നാമം നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ളത്. കലിയുഗത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് അങ്ങനെയുള്ള ആ നാമങ്ങള് അങ്ങയുടെ കാരണത്താൽ നമുക്ക് കിട്ടി. ആ പരിശുദ്ധ നാമങ്ങളുടെ അനായാസേന നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. പക്ഷെ എങ്കിൽ കൂടി ഭഗവാനെ
ഞങ്ങളുടെ അതിനോട് ആ നാമങ്ങളോട് നമുക്ക് അഭിനിവേശം തോന്നുന്നില്ല. അത്രയ്ക്കും ഭാഗ്യം കെട്ടവരാണ് ഞങ്ങള്. അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ഭക്തന്റെ രൂപത്തിലാണ് അവതരിച്ചത് ഇവിടെ. അപ്പൊ ആ ഭക്തന്റെ രൂപത്തിൽ അവതരിച്ച ഭഗവാൻ പറയാണ്, ആ നാമത്തോട് നമുക്ക് രുചി കിട്ടാതിരിക്കത്തക്കവണ്ണം നിർഭാഗ്യവന്മാരാണെന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ നാമം ജപിച്ചിട്ട് നമ്മളിൽ എത്ര പേര് അത് ജപിക്കുന്നുണ്ട്, എത്ര പേർക്ക് അതിനോട് അഭിനിവേശം തോന്നുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, നാമം ജപിക്കണം എന്ന് പറയുമ്പോൾ പലർക്കും അതിനോട് വിശ്വാസം ഇല്ല, അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോ ഇത് കേൾക്കാനും ഇതിന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാൻ അത്രയും കാരുണ്യം തന്നിട്ടുണ്ട്. അത് കാരുണ്യം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പോ ഇനി ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ഇതിന് പറയാം നിങ്ങൾക്ക്. നമുക്കറിയാം, സേതുബന്ധന സമയത്ത് ശ്രീലങ്കയിലേക്ക് സീതാന്വേഷണത്തിന് പോകുന്ന ഭഗവാൻ ശ്രീരാമനും അദ്ദേഹത്തിന്റെ സൈന്യവും സേതുബന്ധനത്തിന്റെ ഇടയില് അവര് കല്ലുകൾ നിക്ഷേപിച്ചു. അതെങ്ങനെ നിക്ഷേപിച്ചത്? അവർക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനോട് വാനരന്മാർക്കും സുഗ്രീവനൊക്കെ അത്ര വിശ്വാസമായിരുന്നു, ഭഗവാനോട് അത്ര ഭക്തിയായിരുന്നു. അവർ ഓരോ കല്ലും നിക്ഷേപിച്ചപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടിട്ടും അതിൽ നാമങ്ങൾ എഴുതിയിട്ടുമാണ് ഇട്ടത്, ആ സമുദ്രത്തിൽ നിക്ഷേപിച്ചത്. അപ്പൊ അങ്ങനെ നിക്ഷേപിച്ചപ്പോൾ അത് ഭഗവാന്റെ ആ നാമങ്ങള് എഴുതി നിക്ഷേപിച്ചതുകൊണ്ട് അത് സമുദ്രത്തിലേക്ക് താണുപോയില്ല. അപ്പൊ ഇത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു ദിവസം ഇങ്ങനെ ഇവര് ചെയ്തത് കണ്ടിട്ട് ഞാൻ ഭഗവാനല്ലേ എന്ന് വെച്ചിട്ട് ഒരു കല്ലെടുത്ത് വെള്ളത്തിലിട്ടു. പക്ഷെ ആ കല്ല് താണില്ല, പൊങ്ങി നിന്നില്ല, അത് താണുപോയി. അപ്പൊ അതിനുശേഷം ഭഗവാൻ വേറൊരു കല്ല് അതില് രാമ എന്ന് എഴുതിക്കൊണ്ട് സമുദ്രത്തിൽ നിക്ഷേപിച്ചപ്പോൾ ആ കല്ല് ഉയർന്നു കിടന്നു. അപ്പൊ ഭഗവാൻ തന്നെ അത് മനസ്സിലായി, കാരണം ആ നാമത്തിന് അത്രയും ശക്തി ഉണ്ട് എന്നുള്ളത്. അപ്പോ ഇതിൽ നിന്ന് നമുക്കറിയാം നാമം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഇനി വേറൊന്ന് നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ച നമുക്കറിയാം. അടുത്ത കാലത്ത്, നൂറ്റാണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല, അടുത്ത കാലത്ത് തന്നെ നമുക്ക് മഹാത്മാഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവ് ദിവസവും ഭഗവത്ഗീത വായിക്കുമായിരുന്നു, അതുപോലെ ഹരിനാമം ജപിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യകാലത്തിന് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ നാമം വായിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിഞ്ഞു. അത് എന്തുകൊണ്ടാ സാധിച്ചത്? ഹേ റാം എന്ന രണ്ട് വാക്കുകൾ ഉച്ചരിച്ചിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. അപ്പോ അത് വായിൽ നിന്ന് അദ്ദേഹത്തിന് വരണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപയും നിരന്തരം നാമം ചൊല്ലിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അത് കഴിഞ്ഞത്. അപ്പൊ അതുപോലെ നമ്മൾ നിരന്തരം നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അന്ത്യകാലത്തിന് നമുക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ കഴിയും. ആ നാമം ഉച്ചരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്താനും കഴിയും. അപ്പൊ അതുകൊണ്ട് അതിന്റെ മഹാത്മ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിനോടൊപ്പം തന്നെ ശങ്കരാചാര്യരും കൂടി പറഞ്ഞിട്ടുണ്ട്. ശിവഭക്തനായ ശങ്കരാചാര്യര് നമുക്കറിയാം, ഭജഗോവിന്ദത്തിൽ പറഞ്ഞെന്താ? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതായത് മൂഢരായ മടയാ, നീ ഭഗവാനെ ഗോവിന്ദനെ സ്മരിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് പറയണത്. എന്നാൽ മാത്രമേ നിനക്ക് ഈ സംസാര ലോകം താരണം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഭഗവാന്റെ ഹരിനാമം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. അതിനോട് അഭിനിവേശം എല്ലാവർക്കും ഉണ്ടായാൽ മാത്രം പോരാ, അത് നിരന്തരം ജപിക്കുവാനും ശ്രദ്ധയോട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇതിനോട് വിശ്വാസം ഉണ്ടായിരിക്കണം, ബിലീഫ് ഉണ്ടായിരിക്കണം, അറ്റൻറ്റീവ് ആയിട്ട് ചെയ്യണം, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. പിന്നെ ഹ്യൂമിലിറ്റി ഉണ്ടാവണം. ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ വളരെ താഴ്ന്ന മനസ്സോടുകൂടി, താഴ്മയോടുകൂടി നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക. ഈ മൂന്ന് വിധത്തിൽ നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ നാമത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾക്ക് എല്ലാവർക്കും അതിന് ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ. ഭഗവാന്റെ കാരുണ്യം നമ്മൾ ചൊരിയട്ടെ. ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യം നമ്മൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും ഗൗരവത്തായ്ക്കും സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. ഭഗവാൻ തന്റെ ശക്തി മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്ന നാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞു തന്ന ഹർ ഗ്രേസ് സുശീല സീതാദേവി ദാസി മാതാജിക്ക് നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 21 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ ഈ ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഹർ ഗ്രേസ് വിദ്യാസ്വരൂപിണി ദേവിദാസി മാതാജിയാണ്. മാതാജിയെ കുറിച്ച് 2 വാക്ക്. മാതാജി ഇതിനു മുമ്പ് നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ദുബായിലായിരുന്നു മാതാജിയുടെ ബാല്യകാലം. ദുബായിലെ കുട്ടികളുടെ ക്ലാസ്സിലൂടെ ഇസ്കോണിലേക്ക് വന്നു.
പിന്നീട് നാട്ടിൽ വന്ന് രാജഗിരി കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംടെക് ബിരുദം കരസ്ഥമാക്കി. ഈ സമയങ്ങളിലൊക്കെയും കൊച്ചി ഇസ്കോണുമായി ബന്ധപ്പെട്ട് സത്സംഗങ്ങളിൽ മാതാജി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ലെക്ചറായി സേവനം അനുഷ്ഠിച്ചു വരുന്ന മാതാജി 2021 ഹിസ് ഹോളിനസ് ദേവതാക സ്വാമി മഹാരാജിൽ നിന്നും ഹരിനാമദീക്ഷ സ്വീകരിച്ചു. മാതാജിയെ കൊച്ചി ഇസ്കോൺ സെന്ററിന് വേണ്ടി ഇന്നത്തെ ശ്ലോകങ്ങൾ വിവരിച്ചു തരുന്നതിനായി ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. വെൽക്കം ടു ദി സെഷൻ. ഹരേ കൃഷ്ണ. അപ്പോ ഇന്നത്തെ സെഷൻ മാതാജിക്ക് പറഞ്ഞതുപോലെ ഭഗവത്ഗീത അധ്യായം 18 21ാമത്തെ ശ്ലോകം തൊട്ട് 40 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാതാജി ക്ലിയർ ആവുന്നില്ല. ഹരേ കൃഷ്ണ മാതാജി, ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. ഓക്കെ. Okay. So with prayers to Prabhupada and Guru Maharaj, we'll start with this session. Namam Vishnu Padaya Krishna Prishthaya Bhutri Srimate Jayapatak Swami Nitanamani Nama Acharya Padaya Nitai Kripa Pratayini Kavrkata Dhamataya Krikramatharini Namam Vishnu Padaya Krishna Prishthaya Bhutri Srimate Bhakti Vedanta Swami Nitanamani Namaste Saraswate Deve Gauravani Pracharini Nirvisesha Shunyavadi Paschatya Deshatarini Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shrivasadi Gauravakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna, dear devotees. എനിക്ക് ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഐ എം എന്താ വീഡിയോ ഓൺ ചെയ്യാത്തത്. സോ ഇന്നത്തെ ശ്ലോകാസ് ഫ്രം 18ാമത്തെ അധ്യായം, നമ്മുടെ ഭഗവത്ഗീതയുടെ അവസാനത്തെ അധ്യായം, അതിലെ 21ാമത്തെ ശ്ലോകം തൊട്ട് 30 വരെ. അപ്പോ ഞാൻ ശ്ലോകം വായിക്കാം. പ്രകൃത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ വ്യക്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. മാതാജി, ഇതിന്റെ മീനിങ് മലയാളത്തില് can anyone read? കാരണം എൻ്റെ കയ്യിൽ I use English books, so can anyone read in Malayalam? ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കണം. Thank you. So ഇതില് പ്രഭുപാദ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, what Krishna says is, ഏത് തരത്തിലുള്ള ജ്ഞാനമാണ്. അപ്പൊ ഇതിന് മുമ്പത്തെ ശ്ലോകത്തില് ജ്ഞാനം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം നമുക്ക് സത്വ രജോ തമോ ഗുണമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള ചെടികളാണെങ്കിൽ, ഇപ്പൊ മരങ്ങളാണെങ്കിൽ, അതിൽ മരങ്ങളിലും സത്വ രജോ തമോ ഗുണങ്ങളുണ്ട്. നമുക്ക് ഫലങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പോഷക ആഹാരം തരുന്നത്, അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളോ ചെടികളോ ഒക്കെ സത്വഗുണത്തിലുള്ളതാണ്. അതേപോലെ നല്ല പൂക്കൾ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കളോ, അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ ചെമ്പരത്തിക്കൊക്കെ നല്ല ബ്രൈറ്റ് കളർ ഇതായിരിക്കും, പൂവായിരിക്കും. അപ്പൊ അതൊക്കെ രാജസികമായിട്ടുള്ള, അല്ലെങ്കിൽ ചില മരങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ഇവിടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒരുപാട് മരങ്ങളൊക്കെ, നല്ല കളറിലുള്ള പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലത്തെ മരങ്ങളൊക്കെയാണ് രാജസിക ഗുണത്തിലുള്ള മരങ്ങൾ. താമസികം എന്ന് പറയുമ്പോഴത്തേക്കും തണൽ ചെടികൾ പോലെ, നമുക്ക് അതിന് ഫലങ്ങളോ ഔഷധ ഗുണങ്ങളോ ഉണ്ടാവത്തില്ലെങ്കിലും അത് അറ്റ്ലീസ്റ്റ് തണൽ ചെടിയായിട്ട് നമുക്ക് അത് ഉപയോഗമാവും. അപ്പൊ അതൊക്കെ തമോ ഗുണത്തിലുള്ള മരങ്ങളായിരിക്കും. അതേപോലെ പൂക്കളാണെങ്കിലും സത്വരജോ തമോ ഗുണത്തിലുണ്ട്, മൃഗങ്ങളിലും സത്വരജോ തമോ ഗുണമുണ്ട്, ആഹാരത്തിലും സത്വരജോ തമോ ഗുണങ്ങളുണ്ട്. അപ്പൊ അതേപോലെ ഭഗവാൻ ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് ജ്ഞാനത്തിലും സത്വരജോ തമോ ഗുണങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് രജോ ഗുണത്തിലുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും, ഓരോരോ ജീവജാലങ്ങളിലും
ഒരു എല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തമായ ആൾക്കാരാണ്, ഓർ വ്യത്യസ്തമായ ഒരു ലിവിങ് എൻറ്റിറ്റിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം സെപ്പറേറ്റ്. ഇപ്പൊ ഞാനും എല്ലാ വ്യക്തികളും തമ്മിൽ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും തമ്മിലും ഒരു കണക്ഷൻ ഇല്ല. സോ ഹി സീസ് എവറിത്തിങ് ആസ് ഡൈവേഴ്സ്, അല്ലെങ്കിൽ എല്ലാം സെപ്പറേറ്റഡ് ആണ്, ഓർ ദർ ഇസ് നോ എന്താ പറയുക ഒരു കണക്ഷൻ ഇല്ലാതാണ്. അപ്പൊ ദിസ് കൈൻഡ് ഓഫ് നോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൈൻഡ് ഓഫ് നോളേജ് എന്ന് പറയുന്നത് രജോ ഗുണത്തിലുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ശരീരം കവിഞ്ഞ് അകത്തുള്ള ആത്മാവിന്റെ ലെവലില് അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആത്മാവിന്റെ ലെവലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ ജീവനുള്ള ശരീരത്തിലും അവിടെ ഈ ശരീരത്തിന് അപ്പുറമായിട്ട് ദർ ഇസ് ആത്മാ കാരണമാണ് എല്ലാ ശരീരങ്ങളും നിലനിൽക്കുന്നത്. അതിപ്പോ ഒരു മരമാണെങ്കിലും, ഒരു മൃഗമാണെങ്കിലും, അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിലും, ഒരു മീനാണെങ്കിലും, ഏത് ജീവജാലമാണെങ്കിലും. അപ്പൊ അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരോ ജീവജാലങ്ങളെ നമുക്ക് വി സ്റ്റാർട്ട് റെസ്പെക്ടിങ് ദം. ഇപ്പോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, നമുക്കിപ്പോ ആഹാരം വേണം. അപ്പൊ നമുക്ക് ആഹാരം വേണമെങ്കിൽ ഇപ്പോ മോസ്റ്റ് ഓഫ് us we should prefer vegetarian food. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ് അങ്ങനെ ആഹാരം ഇപ്പൊ ചെടികളാണ് നമ്മൾ കഴിക്കുന്നെങ്കിലും നമ്മൾ വി ഡോണ്ട് എന്താ പറയാ വെറുതെ ആ പഴത്തിനെയോ അല്ലെങ്കിൽ ആ ചെടീനെയോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടല്ല കഴിക്കുക. അതിന് മുമ്പ് we pray to that plant, അല്ലെങ്കിൽ we pray to that tree which is giving the food. ഓരോരു ചെടിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ ഈ ശരീരമാണ്, ആ ശരീരമാണ് നമുക്ക് പോഷകം നൽകുന്നത്. അപ്പൊ അതിന് നമ്മൾ ആ ചെടിയുടെ അടുത്ത് നന്ദി രേഖപ്പെടുത്തും. അതേപോലെ അത് തന്ന ഭൂമിയുടെ അടുത്ത് നമ്മൾ നന്ദി കാണിക്കും. അതേപോലെ ഇതെല്ലാം നമുക്ക് തന്ന ഭഗവാനോട് നമ്മൾ നന്ദി കാണിക്കും. സോ ഇറ്റ് ഈസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വി അക്സെപ്റ്റ് എവറിഥിങ്. അതേപോലെ ചില സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ആർട്ടിക് സർക്കിളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വെജിറ്റേഷൻ ഒന്നുമില്ല. അപ്പൊ അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് മത്സ്യം ആഹാരത്തിലാണ്. പക്ഷെ അവിടെ ആണെങ്കിലും വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവര് സ്ലോട്ടർ ഹൗസിൽ പോയി എന്റെ നാവിന്റെ ആഗ്രഹത്തിന് വേണ്ടി ഐ എം കില്ലിങ് എവറിത്തിങ് ആൻഡ് ഈറ്റിംഗ്. ദാറ്റ് ഇസ് നോട്ട് ദ തിങ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട്, നമ്മൾ കാണുന്നില്ല ആ ഒരു ശരീരത്തിലും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ആ ശരീരം എടുത്തത് അതിന്റെ കർമ്മം തീർക്കാനാണ്. അത് അനുവദിക്കാണ്ട് നമ്മൾ അതിനെ വധിക്കുന്നു. So that is not accepted by the Shastras. So the knowledge which doesn't allow you, അല്ലെങ്കിൽ ഏത് ജ്ഞാനമാണോ നമുക്ക് ആ ശരീരത്തിന് ഉപരിയായിട്ട് ആത്മാവിനെ കാണാൻ പറ്റാതെ വരുന്നത്, that kind of knowledge is in the level of is in the mode of passion, അല്ലെങ്കിൽ രജോ ഗുണത്തിലുള്ളതാണ്. ഇനി അടുത്ത ശ്ലോകം 22-ാമത്തത്. യത്തു കൃത്സ്നവത് ഏകസ്മിൻ കാര്യേ സക്തം അഹേതുകം അതത്വർത്ഥാവതൽപം ച തത്താമസം ഉദാഹൃതം. കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അതുതന്നെയെന്ന് കരുതി നിസാര കാര്യത്തിൽ അതീവ താല്പര്യം കൊള്ളുന്നതുമായ അറിവ് തമോ ഗുണാത്മകമാണ്. So that knowledge with which one is attached to one kind of work എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ട് സൈറ്റഡ്നെസ്, ഇത് മാത്രമാണ് സത്യം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ഒരു കാര്യത്തിന്റെ വലിയ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ എന്താ പറയാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നാരോ മൈൻഡഡ് ഓർ ഇറാഷണൽ പേഴ്സൺ. അപ്പൊ അങ്ങനത്തെ എനിക്കറിയാവുന്നതാണ് സത്യം, അതിനുപരി വേറെ ഒന്നുമില്ല, ബാക്കി ആരെന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പൊ ഈ കൈൻഡ് ഓഫ് നോളേജ് എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്നതാണ് എല്ലാം, ഓ ദാറ്റ് ഇസ് ദ ഓൺലി വേ, മൈ വേ ഓർ ദ ഹൈവേ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇറ്റ് ഇസ് ലൈക്ക് വാട്ട് ഐ നോ, എനിക്കറിയാവുന്നതാണ് ഇസ് ദ ട്രൂത്ത്. ആൻഡ് അവർക്ക് അവർക്കറിയാവുന്നതിനെ കാട്ടി ഉപരി അറിയാനുള്ള താല്പര്യവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സത്യമാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചിന്താഗതിയും ഇല്ല. അപ്പൊ ദീസ് കൈൻഡ് ഓഫ് നോളേജ് വിച്ച് ലിമിറ്റ് വൺസ് എക്സിസ്റ്റൻസ്, അതിനെയാണ് പറയുന്നത് തമോ ഗുണത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നാരോ വിഷൻ. അപ്പോ ഭഗവത്ഗീതയില് ദർ ഇസ് എൻ എക്സ്പ്ലനേഷൻ. എന്താ പറയാ, a devotee
sees the bigger picture of everything. He is broad-minded. That is the word. Prabhupada ഉപയോഗിക്കുന്ന വാക്കാണ് broad-minded. So devotees are broad-minded, or a person in sattva guna or vishuddha sattva is a broad-minded person. അപ്പൊ ഈ narrow-mindedness വരുന്നത് are those people who are in the mode of, or their knowledge is in the mode of തമോ ഗുണത്തിൽ. അടുത്തത് 23. നിയതം സംഗം സംഗരഹിതം അരാഗദ്വേഷ്ടകൃതം അരാഹദ്വേഷ്ടഃ കൃതം അഫലപ്രീപ്സുനാ കർമ്മ യത്തത് സാത്വികം ഉച്യതേ. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മ സാത്വികമെന്ന് പറയുന്നു. അപ്പൊ നേരത്തെ ഉള്ള 3 ശ്ലോകം ഭഗവാൻ പറയുന്നത് ഒരാളുടെ ജ്ഞാനം ഓർ നോളേജ് എങ്ങനെയാണ് സത്വരജോ തമോ ഗുണത്തിലുള്ളത്. ഇനി അടുത്തത് ഭഗവാൻ പറയുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഓർ ആക്ഷൻസ് അതെങ്ങനെയാണ് സത്വരജോ തമോ ഗുണമായിട്ട് എന്താ പറയപ്പെടുന്നത്. ഹൗ ഇസ് ഇറ്റ് ഇൻ സത്വ രജോ ഓർ തമോ ഗുണം. അപ്പൊ ഈ സത്വ ഗുണത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് what to say, regulated. ഇപ്പൊ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പ്രഭുപാദ has used the word regulated. regulated എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ചെയ്യത്തില്ല. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഐ ഡോണ്ട് ഡു അക്കോർഡിംഗ് ടു മൈ വിംസ് ആൻഡ് ഫാൻസീസ്. എനിക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ദി ആറ്റിറ്റ്യൂഡ്. അത് ആ ഒരു മനോഭാവത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് ഇറ്റ് ഈസ് എ റെഗുലേറ്റഡ് ആക്ഷൻ. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ what do you say it in Malayalam? Do's and don'ts. So എന്താ പറയാ, I don't know how do you say it? യമനിയമങ്ങൾ. yes. So there is യമനിയമങ്ങളുണ്ട്. ആ യമനിയമങ്ങൾ is based on ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യമനിയമങ്ങൾ. ഏതൊക്കെ ചെയ്യാൻ പാടില്ല, അതാണ് പറയുന്നത് റെഗുലേറ്റഡ് ലൈഫ്. So any action that is regulated, and അത് നമ്മൾ ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മൾ ചെയ്യുന്നത് അതിൽ ആസക്തി ഇല്ലാണ്ട്. ഇപ്പോ സപ്പോസ് ഞാൻ ജോലിക്ക് പോകുന്നു, ഓർ ഐ ആം വർക്കിംഗ് സംവെയർ, ഓർ ഐ എം ടീച്ചിങ്. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ടു ആ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടത് ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ജോലി ഓർ നമ്മൾ നമ്മുടെ കർത്തവ്യം നമ്മൾ ക്ലിയർ ആയിട്ട് ഫുൾഫിൽ ചെയ്ത് ചെയ്യണം. അതിന്റെ റിസൾട്ട് ഇപ്പൊ എത്ര പേര് ഞാൻ പഠിപ്പിച്ചു, നല്ലോണം പഠിപ്പിച്ചു, പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. സം ഓഫ് ദം ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ചില കുട്ടികൾക്ക് അത് മനസ്സിലാവും, ചിലവർക്ക് അത് മനസ്സിലാവത്തില്ല. അതിൽ മനസ്സിലാത്തവര് ചിലവര് അറിയണം എന്ന് പറഞ്ഞവർ നമ്മളോട് വന്ന് ചോദിക്കും, ചിലവര് ചോദിക്കത്ത് പോലുമില്ല. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ കൺട്രോളിലുള്ളത് നമ്മൾ ആസ് പെർ റെഗുലേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മുടെ കയ്യിലല്ലാത്തത് വി ഹാവ് നോ കൺട്രോൾ ഓവർ ഇറ്റ്. അപ്പൊ നമുക്ക് അവിടെ റിസൾട്ടിൽ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ഒരു റിസൾട്ടിന് ദർ ആർ 5 things that control the result. സോ അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല റിസൾട്ട് തരുന്നത്. സോ ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട്, അറ്റാച്ച്മെന്റ് ടു ദ റിസൾട്ട് ഓർ അറ്റാച്ച്മെന്റ് ടു എ പേഴ്സൺ, നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു ഓർ അദ്ദേഹത്തിന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് കാരണം നമ്മൾ ചെയ്യുന്നത്. സോ വിത്തൗട്ട് അറ്റാച്ച്മെന്റ് നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യണം. സോ ദാറ്റ് ഈസ് Krishna explains many places in Bhagavad Gita. So action which is regulated, regulation എന്തിന്റെ അടിസ്ഥാനത്തിൽ as per scriptures അല്ലെങ്കിൽ and നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യണം. എന്ന് പറയുമ്പോൾ സ്നേഹം അല്ലെങ്കിൽ ശത്രുത രണ്ടും ഇല്ലാത്തത്. എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. No, it is not based on that. ഒരാളുടെ അടുത്ത് ഒരാൾ അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എനിത്തിങ് അതിൽ നമ്മൾക്ക് ആസക്തി ഇല്ലാണ്ട് നമ്മൾ വി ഹാവ് ടു ഡു ബിക്കോസ് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ആ ഒരു മനോഗതിയിൽ ചെയ്യുന്നതാണ് ആക്ഷൻ ഇൻ ദ മോഡ് ഓഫ് സത്വഗുണം.
കാരണം നമുക്ക് അറിയാം, നമുക്ക് ആരുടെ അടുത്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു പെർട്ടിക്കുലർ റൂളിന്റെ അടുത്തൊരു നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദെൻ അത് എവിടെയൊക്കെ നമ്മൾ കാണുന്നു അതൊക്കെ നമ്മൾ നെഗേറ്റ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് അവർ കണ്ടീഷനിങ്. നമുക്ക് അത് കാരണമുള്ള ഒരു നമ്മുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് കാരണം വി ആർ കണ്ടീഷനിങ് അവർ സെൽഫ് സെയിങ് ദാറ്റ് ദിസ് ഇസ് ബാഡ്. So that is a very narrow-minded way of thinking, and that is based on our conditioning. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ആക്ഷൻ ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ലവ് ഓർ ഹേറ്റ്രഡ് ഓർ എന്താ പറയുക അറ്റാച്ച്മെന്റ് കാരണം, അല്ലെങ്കിൽ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അങ്ങനെ അതൊന്നും ചെയ്യാത്ത അതിന് ആസക്തി ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഈസ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്. ആൻഡ് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് വിത്ത് എൻ എക്സ്പെക്ടേഷൻ, ഇവര് വലുതായി കഴിഞ്ഞാൽ നമ്മളെ നോക്കും. ഇറ്റ്സ് നോട്ട് വിത്ത് ദാറ്റ് എക്സ്പെക്ടേഷൻ. നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ദിസ് സോൾ. ഈ ഒരു ആത്മാവിനെ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് മകനായിട്ടോ മകളായിട്ടോ. And it is my duty to take care of the soul. What happens in future, I am not sure. But it is my duty, I have to take care. Some of them, they do the emotional blackmail. So that we cannot expect anything. And the result is not based on one thing. Bhagavan parayana pole, nammada karmam endanu namukku ariyathilla. So we should not do anything based on some expectation. Yes? 24. Yet to come. Just a second. Yet to come me soon come. Sorry. Yettu kamepsu na karma sahankarena va punaha kriyate bahulayasam tadrajasam udahritam. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസകർമ്മം. So it is very clear here. ഇപ്പൊ നമ്മള് സത്വഗുണത്തിലുള്ള കർമ്മം പറയുമ്പോൾ വി അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് രജോ ഗുണത്തിലുള്ള കർമ്മം എന്താണ്. എന്നുവെച്ചാൽ സത്വഗുണത്തിലുള്ള കർമ്മം ഓർ ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വി ഡു ഇറ്റ് ഈസിലി ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ഓർ എന്താ പറയാ അങ്ങനത്തെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി നമ്മുടെ മനസ്സിനെ അത് പ്യൂരിഫൈ ചെയ്യും. ഇറ്റ് പ്യൂരിഫൈസ് ദ മൈൻഡ് ആൻഡ് നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്. അല്ലെങ്കിൽ വി അഗെയിൻ നമ്മൾ എന്താ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഒരു ആക്ഷൻ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഓർ ഡിസയറിങ് ഫോർ സം റിസൾട്ട്, എന്നിട്ട് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ സങ്കടം വരും. ആ സങ്കടത്തിലോ ദേഷ്യത്തിലോ നമ്മൾ പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും പറയും, ക്രിയേറ്റിംഗ് എ ന്യൂ കർമ്മ വിത്ത് അനദർ പേഴ്സൺ. സോ അതൊരു വിഷ്യസ് സൈക്കിളാണ്, അത് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ പറയുന്നത് ആഗ്രഹം ഇല്ലാണ്ട് ഓർ ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഇല്ലാണ്ട് നമ്മൾ ചെയ്യണം. കാരണം ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ ഞാൻ ചിലപ്പോ എന്ത് വേണമെങ്കിലും കാണിക്കാം. മീൻസ് സപ്പോസ് ലൈക്ക് ഇപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം, ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് സംതിങ്. ആരെന്ത് വന്ന് ചോദിച്ചാലും ഞാൻ ശരി എന്ന് പറയും. വി ഡോണ്ട് ഈവൻ ചെക്ക് വെദർ ദാറ്റ് പേഴ്സൺ ഇസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. അല്ലെങ്കിൽ എനിക്കിപ്പോ ഒന്നും കിട്ടിയില്ല, അത് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യത്തില് നമ്മൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് വിൽ ജസ്റ്റ് നെഗേറ്റ് ഇറ്റ്. സോ ഇറ്റ് ഈസ് ലൈക്ക് അതെന്ന് പറഞ്ഞാൽ എന്താ, എന്റെ മൂഡ് അനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എപ്പോഴാണോ ആസക്തി വരുന്നത് then we become emotionally bound to that particular thing. അതുകൊണ്ടാണ് such actions which എന്താ പറയാ അത് നമ്മളെ കർമ്മബന്ധത്തില് ആ സൈക്കിളിൽ ആ കാർമിക് സൈക്കിളിൽ നമ്മളെ വീണ്ടും അത് നമ്മൾ ബൈൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൈ ദീസ് കൈൻഡ് ഓഫ് ആക്ഷൻസ് ഇൻ രജോ ഗുണ വിച്ച് ആർ ടു സാറ്റിസ്ഫൈ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളൊക്കെ വിൽ ബൈൻഡ് us more into the karmic cycle. അപ്പൊ സച്ച് കൈൻഡ് ഓഫ് ആക്ഷൻസ് ആർ ഇൻ രജോ ഗുണ. പക്ഷെ അതേസമയം സത്വഗുണത്തിലാണെങ്കിൽ ആക്ച്വലി നമ്മളെ ഒരു ആഗ്രഹം
അതിന്റെ റിസൾട്ടിന് വേണ്ടി ആഗ്രഹിക്കാണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വി ആർ ആക്ച്വലി ഫോക്കസ്, വി ആർ വർക്കിംഗ് എന്താ ഓൺ പ്യൂരിഫൈങ് അവർ മൈൻഡ്. അത്രയും ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രശ്നങ്ങൾ വന്നാലും വന്നില്ലെങ്കിൽ ഐ ആം സോ സ്റ്റഡി. ആ സ്റ്റഡിനെസ് തന്നെ ഇസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മൈൻഡ്, ആൻഡ് ദാറ്റ് ആക്ച്വലി കട്ട്സ് ഓൾ അവർ കാർമിക് ബോണ്ടേജസ്. സോ അതുകൊണ്ടാണ് ആ ഒരു സെൽഫ്ലെസ് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആക്ഷൻ ഇസ് ആക്ച്വലി ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്, ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഈസി ടു അച്ചീവ് ദാറ്റ്. നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, പക്ഷെ വി ഹാവ് ടു പ്രാക്ടീസ് ഇട്ട്. ഓരോരോ ദിവസവും ഞാൻ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്നു, വി ഹാവ് ടു കീപ് എ റെക്കോർഡ് ഓഫ് ഇറ്റ്. സോ ദ നെക്സ്റ്റ് വൺ 25. അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷ്യ ച പൗരുഷം മോഹാദ് ആരഭ്യത്തെ കർമ്മ യത്തത്താമസം ഉച്യതേ. തുടർന്നുണ്ടാകുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാകുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്രനിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമത്രേ താമസം. സോ രജോ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും വി സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ തമോ ഗുണത്തിലുള്ള പ്രവർത്തികൾ എങ്ങനെയാ? ഇറ്റ് is not on the path of knowledge, it is on illusion. എന്ന് പറയുമ്പോൾ ഇല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ശരിയായ വഴിയിൽ ഓർ ടുവേഴ്സ് ഭഗവാൻ കാണിക്കുന്ന വഴി അല്ലാത്തത്, ഓർ ഇറ്റ് ഈസ് ഭഗവാൻ കാണിക്കുന്ന വഴി എന്താ ഇസ് ആസ് പെർ ദ സ്ക്രിപ്ചർ, നമ്മുടെ ശാസ്ത്രത്തിൽ എന്താ ഉള്ളത്. പക്ഷെ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ആക്ഷൻസ്, അങ്ങനത്തെ ഒരു ആക്ഷൻസ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും കാർമിക ബന്ധത്തിൽ ഏർപ്പെടുത്തും. സോ കൃഷ്ണ സേസ് എന്താ ഇൻ ഭഗവത്ഗീത, the 3 gateways to hell: anger, lust and greed. അപ്പൊ നമ്മളിപ്പോ ആങ്കർ എന്ന് പറയുന്നത് വി സോ ദ എക്സാമ്പിൾ. ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം എനിക്ക് ഞാൻ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ, ബീയിങ് ഇൻ സത്വഗുണം എന്ന് പറയുമ്പോഴത്തേക്കും ഐ മെയിൻറ്റെയിൻ മൈ കമ്പോഷർ. ഓക്കെ, കിട്ടിയില്ല, ലെറ്റ് മീ പുട്ട് മോർ എഫേർട്ട് ഓർ ലെറ്റ് മീ ട്രൈ ടു ഡു സംതിങ്, ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് നമ്മൾ വീണ്ടും വി വിൽ സീ ലേറ്റർ ഓൺ ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ് സത്വഗുണത്തിലുള്ള ആൾക്കാരുടെ ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് ഭഗവാൻ പറയും. അപ്പോ ബട്ട് അറ്റ് ദ രജോ ഗുണത്തിലാണെങ്കിൽ ഹീസ് ഫ്രസ്ട്രേറ്റഡ്, ഹി ഈസ് എന്താ പറയാ ആങ്ഷ്യസ്, എന്താ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ബട്ട് വാട്ട് ഈസ് തമോ ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കിട്ടാത്ത അവസ്ഥയിലെ ആങ്കർ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ നമ്മൾ വേറെ ആരുടെങ്കിലും കാണിച്ച് വി ഹേർട്ട് ദ അതർ പേഴ്സൺ ഓർ വി ഹേർട്ട് സംവൺ എൽസ്, ദാറ്റ് ഈസ് വെൻ വി ക്രിയേറ്റ് മോർ ബോണ്ടേജ് ആൻഡ് ദാറ്റ് ബിക്കംസ് തമോ ഗുണം, when it is hurting to others. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഫർദർ ബോണ്ടേജ് ഓർ ഫോർ വയലന്റ് ഓർ ഡിസ്ട്രസ് കോസ്ഡ് ടു others is said to be in the mode of ignorance. സോ ആൻസൈറ്റി, ഡിസ്ട്രസ് ഇതൊക്കെ വരുന്നത് രജോ ഗുണം. പക്ഷെ ആ ഒരു ആൻസൈറ്റി ഡിസ്ട്രസ് കാരണം നമ്മൾ ബാക്കിയുള്ളവരെയും കൂടെ ഉപദ്രവിക്കുമ്പോഴാണ് ദാറ്റ് ബിക്കംസ് താമസിക് ആൻഡ് ഇറ്റ് ബൈൻഡ്സ് us more and more into karmic cycle. 26. മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യാ സിദ്ധ്യോ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ വിദ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടും ഉത്സാഹത്തോടു കൂടിയും ജയപരാജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്നവനത്രേ സാത്വികൻ. So again Krishna says, ഇപ്പൊ നമ്മൾ ആക്ഷൻസ് കണ്ടു, ബട്ട് ഹൗ ഡു യു പെർഫോം യുവർ ഡ്യൂട്ടി? നമ്മൾ എങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യണം? സത്വഗുണത്തില്, രജോ ഗുണത്തില്, തമോ ഗുണത്തില്. ഇപ്പൊ സത്വഗുണത്തിലാണെങ്കിൽ വിത്തൗട്ട് ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ഈഗോയുടെ എന്താ, ഐ ആം ദ പ്രസിഡന്റ് ഓഫ് ദിസ് കമ്പനി ഓർ ഐ ആം ദി സിഇഒ ഓഫ് ദിസ് കമ്പനി, ആ ഒരു ഈഗോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഓർ വാട്ട് ടു സേ അങ്ങനത്തത് ആക്ച്വലി ഇപ്പൊ നമ്മൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ ദ സൈക്കോളജിയിൽ ഇറ്റ് ക്ലിയർലി സേസ് അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഓർ പേഴ്സൺ ഇൻ സത്വഗുണത്തിലുള്ളവർക്ക് ആക്ച്വലി ദ സൈക്കോളജി സേസ് they are the people who have high emotional maturity. The emotional intelligence or emotional maturity of Verida is very high. So this is so
so that is the psychological term they used. But here in Bhagavad Gita we say that they are the people in sattva guna. So ഭഗവാൻ ഇവിടെ പറയുന്നത് അതേ അങ്ങനത്തെ വ്യക്തികൾക്ക് or people in സത്വഗുണത്തിലുള്ളവർക്ക് they are not എന്താ പറയാ, they are not prone to jealousy. So എന്താ jealousy, what do you say in Malayalam? Asuya. Asuya, yes. So asuya, jealousy or envy, they don't have jealousy or envy. കാരണം അതേ അങ്ങനത്തെ വ്യക്തികൾക്ക് or people in സത്വഗുണ, they have that understanding. ഞാൻ എന്തിനാ ചെയ്യുന്നത്, ഈ ഒരു പ്രവൃത്തി എന്തിനാ ചെയ്യുന്നത്, clear understanding. They have a very clear understanding and a higher understanding. ഒരു ദീർഘവീക്ഷണമുണ്ട്. It's not that ഇദ്ദേഹനെ എന്താ വഴക്ക് പറഞ്ഞു or someone else said some bad word to me, I will not do this job. That is, അത് കുട്ടികൾ ചെയ്യുന്ന പോലത്തെ, എന്റെ ഫ്രണ്ട് എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ ഇനി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കളിക്കാൻ പോകുന്നില്ല. This is same as what we do. This person did not respect what I did, I am not going to work with them. So this is a childish way of seeing things. So our കുട്ടികൾക്ക് emotional maturity ഇല്ല. So if elders also behave in the same way, we say that they are grown-ups children in grown-up body. Apo that is what, so that our maturity to understand what is my goal, endana ende laksham, endana njan cheyendathu, and what is that the Lord wants me to do. Angane oru dirgha veekshanam ullavar, they are not affected by jealousy or they are not affected by ego or any of these things. So so that is what they say psychology, they say it emotional maturity, but actually they are the people in, I mean that is also true, but they are the people actually in sattva guna, a very high level of sattva guna. But we have to make effort to slowly our level uyarnu varan, we have to try. And very important thing, those in sattva guna, they are never demotivated karanam or discouraged. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തു പക്ഷേ അത് ശരിയായില്ല or it did not work out, they will not get discouraged, or they will not get discouraged by what others say. ബാക്കിയുള്ളവർ എന്താ പറയുന്നു എന്ന് വെച്ചാൽ they won't be discouraged, they will again start trying, they will still try doing it. കാരണം എന്താ, they know അവരുടെ ലക്ഷ്യം എന്താന്ന് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ബോധം. So such people, that is what they, without false ego, with great determination and enthusiasm, utsaha, nishchaya, dhairya, these are the qualities of people in sattva guna. Without wavering in success or failure ayalum success ayalum, success ആയിക്കഴിഞ്ഞാൽ അവര് വിചാരിക്കും what is my next step, what should I do next. അവിടെ വെച്ചിട്ട് oh I got success, they won't stop there. കാരണം their goal is far sighted, is said to be in the mode of goodness. Next one, 27th. रागी कर्म फल प्रेप्सुर लुब्धो हिंसात्मको शुचिः हर्ष शोकान्वित कर्ता राजसः परिकीर्तितः. പ്രവൃത്തിയിലും അതിന്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവത്രേ രാജസൻ. This is very easy to understand. Mode of passion or rajasiga ഗുണത്തിലുള്ളവർ എങ്ങനെയായിരിക്കും? രാഗി കർമ്മ ഫലപ്രേപ്സുർ, ഫലത്തിന് വേണ്ടിയിട്ട് they are attached to the fruits of. രാഗി എന്ന് പറയുമ്പോഴത്തേക്കും attachment to fruits of the work. ലുബ്ധോ ഹിംസാത്മക എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നത്. Who is എന്താ പറയാ, who is greedy, who is envious of others. envious എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു envy or jealousy ഉള്ളപ്പോഴാണ് we tend to hurt others. hurt എന്ന് പറയുമ്പോൾ not just physical hurt, emotional ആയിട്ട് നമ്മൾ അവരെ hurt ചെയ്യും, or mentally we hurt them, we do manipulation, being cunning, being deceitful അല്ലെങ്കിൽ dishonest, all these kind of things. അപ്പോൾ and they are greedy. So all these things, and all these qualities show that our heart is not pure. So that is what again it's a lubdho himsatmo, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ then it is ashuchi illatadu, or it is impure. Such a heart is impure heart. And harsha shokanvita karta, they are easily moved by happiness and distress, or joy and sorrow. appo sandosham vannu കഴിഞ്ഞാൽ they will be highly elated, or when there is failure they will be very sorrowful, or
the depression, all those things. And such people are said to be in the mode of Rajoguna. So, നമ്മൾ സത്വഗുണത്തിൽ നോക്കി, they are very determined, very focused. Success or failure does not affect them. കാരണം their vision is high and focused. But you see, എന്താ രജോഗുണത്തിലുള്ളവര് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ they will give up hope. Next one. അയുക്ത പ്രാകൃത സ്തബ്ധ ശതോ നൈഷ്കൃതികോലസഃ വിഷാദി ദീർഘസൂത്രിച്ച കർത്താ താമസ ഉച്യതേ. എപ്പോഴും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരാളെ താമസൻ എന്ന് പറയുന്നു. I don't think ഇതിന് explanation വേണം, because it's very clear. Undisciplined or ഒരു higher spiritual purpose ഇല്ല അവരുടെ ജീവിതത്തിൽ. there is no spiritual purpose, or it's like focusing only on എന്താ പറയാ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ളവര്, and who are very rigid. സ്തബ്ധ എന്ന് പറയുമ്പോൾ ലൈക്ക് വെരി റിജിഡ്, വെരി ക്ലോസ് മൈൻഡഡ് ആയിട്ടുള്ളവര്, അത് കൂടുതൽ അറിയാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി താല്പര്യം ഇല്ലാത്തവര്. അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് പ്രോഗ്രസീവ് മെന്റാലിറ്റി ഈസ് നോട്ട് ദെയർ ഇൻ ദം. ഡിസീറ്റ്ഫുൾ, കണ്ണിങ്, ഓർ എന്താ പറയാ ഡിസോണസ്റ്റ് പീപ്പിൾ. പിന്നെ എന്താ പറയാ ഇൻസൾട്ടിങ്, ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ നാശം വരാൻ ആഗ്രഹിക്കുന്നത്. ഈവൻ ദ തോട്ട് ഇറ്റ് സെൽഫ് ഇസ് താമസിക്. ആൻഡ് പിന്നെ the lazy people, പ്രഭുപാദ് ഇവിടെ പറയാം, lazy people, morose, procrastinating. പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യാണ്ട് വിൽ കീപ് ഡ്രാഗിങ്. മോസ്റ്റ് ഓഫ് us ഹാവ് ദാറ്റ്. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ അത് അപ്പൊ തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് വി ഫീൽ, ഇറ്റ് ഈസ് വെരി ഗുഡ്. സോ വി ട്രൈ ടു ഡു ഇറ്റ്, ട്രൈ ടു ഫിനിഷ് തിങ്സ് എന്താ പറയാ ഓൺ ടൈം ഓർ അങ്ങനെ. ഐ മീൻ ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. ഇതൊക്കെ നമ്മൾ മാറ്റണമെങ്കിൽ ഇറ്റ് ഈസ് ഓരോ ഡെയിലി ആക്ടിവിറ്റീസിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് എ ബിറ്റ് ഡിഫറെന്റ്. അങ്ങനെയേ നമ്മൾ ഒരു ഗുണത്തിന് അടുത്ത ഗുണത്തിലേക്ക് വി വിൽ പ്രോഗ്രസ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ തമോ ഗുണത്തിലാണ്, ഐ എം പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അതെങ്ങനെ, ഹൗ ക്യാൻ ഐ ഓവർകം today? How will I overcome procrastination? Or today, how will I overcome undisciplined life? It is a practice that we have to do every day. So Krishna says we have to practice every day in order to come up. Abhyasetu kaunteya. So he says that. Next one, 29th. Buddher bhedam dhritishchaiva gunatastrividham shrunu prochyamanam asheshena prataktvena dhananjaya. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളുമുണ്ട്. അവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടോളൂ. Okay. So now Krishna is going to explain the understanding, or how can we understand things. Understanding and determination, this is what we see. How was that classified into Sattva, Rajo and Tamoguna? So I think I'll just read 3 slokas together based on understanding, and we will discuss on that. Pravrittim cha nirvrittim cha karya karye bhaya bhaye bandham moksham cha ya vetti buddhi sa partha satviki ya dharmam adharmam cha karyam cha karyameva cha ayathavat prajanati buddhi sa partha rajasi adharmam dharma itya manyete tamasavrita sarvarthan viparitamscha buddhi sa partha tamasi. കുന്തി പുത്ര, ചെയ്യേണ്ടതും ചെയ്തു കൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നതെന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. പാർത്ഥ, ധർമ്മമെന്ത് വേർതിരിച്ചറിയാൻ
വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. സോ ഇവിടെ ഭഗവാൻ പറയുന്നത് ഒരാളുടെ ഇന്റലക്ട് ഓർ ഒരാളുടെ ബുദ്ധി എങ്ങനെയാണ് സത്വരജോ തമോ ഗുണത്തിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലാരിറ്റി ഓഫ് മൈൻഡ്. ഭഗവാൻ പറയുന്നുണ്ട് എന്താ, സംശയമുള്ള ബുദ്ധി വിൽ ലീഡ് ടു ഡിസ്ട്രക്ഷൻ, റൈറ്റ്? എന്താ, സോ ആ ഒരു ഡൗട്ട്ഫുൾനെസ് ഇല്ല, ഓർ യു ഡോണ്ട് ഹാവ് യു ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന്. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിയാണോ ഇത് തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലയോ, ആ ഒരു ഡൗട്ട് ഉണ്ടാവും. സോ ആ ഡൗട്ട് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദർ ഇസ് നോ ക്ലാരിറ്റി. കാരണം ക്ലാരിറ്റി ഉള്ള മൈൻഡ് ഇസ് വെരി ക്ലിയർ, ദിസ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് നോട്ട് റൈറ്റ്, ബേസ്ഡ് ഓൺ ദ ശാസ്ത്രാസ്, ഗുരു ആൻഡ് വാട്ട് ദ ആചാര്യാസ് ഹാവ് ഡിസ്ക്രൈബ്ഡ്. സോ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റുന്നത് സാത്വിക് ഇന്റലിജൻസ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ആൻഡ് വെറുതെ അല്ല അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് വെരി ഒബ്ജക്റ്റീവ്, റാഷണൽ ആയിട്ട് ദേ തിങ്ക് റാഷണലി, ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. ആൻഡ് അവിടെ അവർ എടുക്കുന്ന ജഡ്ജ്മെന്റ് ഇസ് അറ്റാച്ച്, ഒന്നിലെ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാണ് അവർ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് അപ്പൊ വെൻ ദർ ഇസ് നോ അറ്റാച്ച്മെന്റ്, കാരണം മിക്ക സമയത്ത് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്നത് തന്നെ നമുക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട്. അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, ഹേറ്റ്രഡ് ഓർ സം അറ്റാച്ച്മെന്റ്. യെസ്, അതുകൊണ്ടാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തത്. സോ ദ ഹാർട്ട് വിച്ച് ഇസ് നോട്ട് അറ്റാച്ച്ഡ്, വിച്ച് ഇസ് ഫുള്ളി ഡിറ്റാച്ച്ഡ്, ആൻഡ് അങ്ങനത്തെ ഒരു മനസ്സിന് മാത്രമേ ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. യെസ്, സോ ദാറ്റ് ഇസ് സാത്വിക്. അതാണ് സാത്വിക ഗുണത്തിലുള്ള ഇന്റലിജൻസ്. ആൻഡ് അവിടെ എന്താ പറയാ, ഈവൻ ദ ഡിസിഷൻസ് ദേ മേക്ക്, അവര് ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അവർ ഓരോരോ ഡിസിഷൻസ് എടുക്കുന്നതും അവര് എല്ലാം നോക്കും. ലോങ് ടേം കോൺസിക്വൻസ് എന്തായിരിക്കും, ഇത് ഞാൻ ചെയ്താലുള്ള ഭവിഷ്യത്ത് ലോങ് ടേം കോൺസിക്വൻസ് നോക്കിയിട്ടാണ് അവർ ആ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നോട്ട് ബേസ്ഡ് ഓൺ മൈ വിംസ് ആൻഡ് ഫാൻസീസ്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭഗവാൻ അവിടെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൽ എത്ര പേര് മരിച്ചു പോകും, വാട്ട് വിൽ ബി ഡു, ദാറ്റ് ഇസ് ഷോർട്ട് ടേം കോൺസിക്വൻസ് ഓർത്ത് നമ്മൾ യുദ്ധം ചെയ്യാണ്ടിരിക്കും. ദാറ്റ് ഇസ് വാട്ട് അർജുന ഡിഡ്. ഹി തോട്ട് ഓഫ് ദ ഷോർട്ട് ടേം കോൺസിക്വൻസ്, ബട്ട് കൃഷ്ണ സോ ദ ലോങ് ടേം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഈ ഒരു യുദ്ധം നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദാറ്റ് ഇസ് ദ ലോങ് ടേം, ആ ഒരു ദീർഘവീക്ഷണം. സോ ദാറ്റ് ഇസ് ഓൾ ദിസ് കൈൻഡ് ഓഫ് എന്താ പറയാ കേപ്പബിലിറ്റി ഒരാൾക്ക് വരുന്നത് വെൻ ഹി ബിക്കംസ് മോർ ആൻഡ് മോർ സാത്വിക്. ആൻഡ് അതേസമയം രജോ ഗുണത്തിലാണെങ്കിൽ എന്താ പറയാ, ഇറ്റ് ഇസ് ക്ലൗഡഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി വെരി ക്ലൗഡഡ് ആവാൻ കാരണമാണ് നമ്മുടെ അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ അവേർഷൻസും. അതാണ് നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് കൺഫ്യൂസ്ഡ് മൈൻഡ് ഓർ എ ഡൗട്ട്ഫുൾ മൈൻഡ് കനോട്ട് പ്രോഗ്രസ്. സോ അറ്റാച്ച്മെന്റും അവേർഷൻസും ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളാണ് അവിടെ എന്താ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഇൻ രജോ ഗുണ, ദാറ്റ് ഇസ് എ രാജസിക് ഇന്റലിജൻസ്. ആൻഡ് അപ്പൊ ഒരു വ്യക്തി ചിലപ്പോൾ അയാൾ എന്താ ഭൗതികമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര പല കാര്യങ്ങളിലും ഭയങ്കര ബുദ്ധിയായിരിക്കും, ചിലപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളിലും പല പ്രവർത്തികൾ അദ്ദേഹം നന്നായിട്ട് ചെയ്യും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മൊറാലിറ്റി ഓർ എന്താ ശരി ഏതാ തെറ്റാ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം അവിടെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സെൽഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാ അദ്ദേഹത്തിന്റെ what do you say, his attachments or his interest or his motivation, like motivation, self interest will be involved. Appo adokkeyanu distortion. That is where we can understand when we are self-centered. ആ self-centered ആയിട്ട് നമ്മൾ decisions എടുക്കുന്നത് is mostly in the mode of rajoguna. And കാരണം ആ ഒരു ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ശരി എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് ഇസ് രജോ ഗുണ, ബിക്കോസ് ഇറ്റ് ഇസ് സെൽഫ് സെന്റേർഡ്. It is not Krishna centered, or it is not what the Lord wants, or it is not based on a higher truth. So that is in Rajoguna. And Tamoguna എന്ന് പറയുമ്പോഴത്തേക്കും there is nothing. അത്
ആ ഒരു എന്താ പറയാ പ്രവൃത്തി, ആ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ ലീഡ് എനിവേർ. അത് നമുക്ക് തന്നെ അത് ഇറ്റ് ഇസ് നോട്ട് ഈവൻ ബെനിഫിഷ്യൽ ഫോർ ദ സെൽഫ് ഇറ്റ് സെൽഫ്. Forget about beneficial for the people around us or for the goodness of the whole world or what Krishna wants. It is not even beneficial for ourselves. So that is what the knowledge, the intellect in tamoguna is. And Krishna says, adine satyathine asatyam ennu nokkum, or he sees religion as irreligion and irreligion as religion. It is like fully perverted. It's like 180-degree opposite of what is sattva-guna. സത്വഗുണത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. രജോഗുണത്തിൽ സം കൺഫ്യൂഷൻ ഇസ് ദർ. തമോ ഗുണത്തിലാവുമ്പോഴത്തേക്കും ശരിയെ തെറ്റായിട്ടും തെറ്റിനെ ശരിയായിട്ടും കാണുന്നത്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഇസ്. ദാറ്റ് ഇസ് about the understanding or intellect. 33ാമത്തത്, it is about the determination of a person. धृत्याययाधारयते मनः प्राणेन्द्रियः क्रियाः योगिना व्यभिचारिण्या धृतिः सा पार्थ सात्विकी याया तु धर्म कामार्थान् धृत्या धारयते अर्जुन प्रसंगेन फलाकांक्षी धृति सा पार्थ राजसी याया स्वप्नं भयं शोकं विषादं मदमेव च न विमुच्यति दुर्मेधा धृतिः सा पार्थ तामसी. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്താൽ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായ നിശ്ചയം സാത്വികമാണ്. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ സ്വീകരിക്കുന്നത്, അവയിലുള്ള അത്യാസക്തി കൊണ്ട് ഫലകാംക്ഷിയായി തീരുന്നത്, ആ നിശ്ചയം രാജസമാകുന്നു. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മദം എന്നിവയ്ക്കതീതമല്ലാത്ത ബുദ്ധിശൂന്യമായ നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ്. സോ ഇവിടെ ഭഗവാൻ പറയുന്നത് ഡിറ്റർമിനേഷൻ, ഒരു എന്താ ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ദിസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ടു എക്സ്പ്ലെയിൻ ദിസ്. സോ ആ ഡിറ്റർമിനേഷൻ എന്ത് സംഭവിച്ചാലും, ഓർ even if it is a failure or a success, their determination is very steady. അവരുടെ ആ വിൽ പവർ എന്ന് പറയുന്നത് is very very steady. So we can see that in ഇപ്പൊ രാമായണത്തിലാണെങ്കിലും എന്താ ഭഗവാന്റെ വാനരസേന ആ പാലം പണി ചെയ്തപ്പോഴത്തേക്കും ലങ്കയ്ക്ക്, they say that രാമായണത്തിൽ പറയുന്ന ആദ്യത്തെ ദിവസത്തിൽ they completed അവര് പണി ചെയ്ത പാലം ഒരു പാർട്ട് ബൈ പാർട്ട് ആയിട്ടായിരുന്നു അവര് പണി ചെയ്തത് പാലം. ആദ്യത്തെ ദിവസം അവർ എന്ത് ചെയ്തു, അതിന്റെ ഡബിൾ ആണ് അവര് രണ്ടാമത്തെ ദിവസം പാലം പണി ചെയ്ത് തീർത്തത്. ആ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു, അതിന്റെ ഡബിൾ ആണ് അവർ അടുത്ത ദിവസം പണി ചെയ്ത് തീർത്തത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ഭയങ്കര ഉത്സാഹമായിരിക്കും ചെയ്യാൻ. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ആ ഉത്സാഹം കുറയും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും കുറയും. ഇപ്പൊ ജിമ്മിലേക്കൊക്കെ പോകാൻ തുടങ്ങും. ആദ്യത്തെ ദിവസം ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്കും we will be very ready to do everything. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന പോലെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഒന്നും ആവത്തില്ല. So what kind of a determination or willpower is it? It is definitely not സത്വഗുണ. രജസിക അല്ലെങ്കിൽ താമസികമായിരിക്കും. പക്ഷേ സത്വഗുണത്തിലുള്ള ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. വാനരസേന ആ പാലം പണി ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് ഇസ് ലൈക്ക് മൾട്ടിപ്ലൈയിങ് മെനി ടൈംസ് എവറി ഡേ. So it is like very steadfast. Their will, സത്വഗുണത്തിലുള്ള ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി steadfast. Their willpower is very very consistent. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇസ് ഇൻ സത്വഗുണ. മെനി പീപ്പിൾ കോർപ്പറേറ്റിലൊക്കെ പറയും വി നീഡ് ടു സീ കൺസിസ്റ്റൻസി എന്ന് പറയുക. കാരണം കൺസിസ്റ്റന്റ് ആയിരിക്കുന്നത് ഇസ് നോട്ട് ഈസി. ഇപ്പൊ നമ്മൾ ക്രിയേഷൻ, ഡിസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് പറയും ഭഗവാന്റെ 3 എണ്ണം. And for creation it is Brahma, sustenance is Lord Vishnu, and destruction is Lord Shiva. Create ചെയ്യുന്നത് എളുപ്പമാണ്, ഡിസ്ട്രോയ് ചെയ്യുന്നത് അതിനെക്കാട്ടിൽ എളുപ്പമാണ്. ഒരു ബോംബ് ഇട്ടാൽ എല്ലാം അവസാനിക്കും. ക്രിയേഷൻ ടേക്സ് ടൈം, ബട്ട് ഈവൻ ദാറ്റ് ഇസ് ഓക്കെ.
പക്ഷേ ഈ ക്രിയേഷനും ഡിസ്ട്രക്ഷനും അല്ലാണ്ട് ആ ക്രിയേറ്റ് ചെയ്തതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇറ്റ് ഇസ് നോട്ട് ഒരു വീട് പണിയുന്ന എളുപ്പമാണ്, പക്ഷെ ആ വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇറ്റ് ഇസ് നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ എ ഹൗസ്, isn't it? അപ്പൊ അത് ആ മെയിൻ്റെനൻസ് ആ കൺസിസ്റ്റൻസി ഇസ് സത്വഗുണം. സോ ആ കാരണം അതിന് വൺ ഹാസ് ടു ബി വെരി വിൽ പവേർഡ്. എന്ത് സംഭവിച്ചാലും ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. സോ ദാറ്റ് ഇസ് എൻ സത്വഗുണ. അതേസമയം രജോ ഗുണത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ്സ് എൻ ഇന്റൻസ് ഡിസയർ ഫോർ എന്താ പറയാ ഫോർ എ റിസൾട്ട്. their willpower, അവരുടെ വിൽ പവർ ഇസ് ബേസ്ഡ് ഓൺ സം റിസൾട്ട്. ആ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ലൂസ് എന്താ പറയാ ആഗ്രഹം, ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ പോകും. സോ ദാറ്റ് ഇസ് their വിൽ പവർ ഓർ their ഡിറ്റർമിനേഷൻ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ എ ഹയർ ഇന്റൻഷൻ. കാരണം ഇറ്റ് ഇസ് ഫോർ ദ സെൽഫ്. വെൻ ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ദേ ലൂസ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ആൻഡ് ദേ ആർ ഹൈലി അറ്റാച്ച്ഡ് ടു ചെയ്യുന്ന എന്താ റിസൾട്ട് ഫോർ വാട്ട് എവർ ദേ ആർ ഡൂയിങ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഡിറ്റർമിനേഷൻ ഒക്കെ ഇസ് വെരി ഫ്രജൈൽ. ആ ഡിറ്റർമിനേഷൻ ഡസൻ ലാസ്റ്റ് ഫോർ ലോങ്. ഇറ്റ് ഇസ് വെരി വെരി ഫ്രജൈൽ ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ സന്തോഷം വരും, ചിലപ്പോൾ സങ്കടം വരും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഹൗ സത്വഗുണത്തിലുള്ള ഡിറ്റർമിനേഷൻസ്. എന്ത് സംഭവിച്ചാലും ദേ ആർ വെരി ഫോക്കസ്ഡ്. ആൻഡ് തമോ ഗുണം ഇസ് ബേസിക്കലി അൺഇന്റലിജൻസ്, അല്ലെങ്കിൽ എന്താ പറയാ it's a foolish resolve, or their determination is not based on dharma, or it is like daydreaming. It is like they just daydream. ആഗ്രഹിക്കും, പക്ഷെ ആഗ്രഹമൊക്കെ വെറും മനസ്സിൽ മാത്രമേ ഉള്ളൂ. പ്ലാനിങ്, they only have plans, there is no action. And എന്തെങ്കിലും and they are very easily affected by എന്താ പറയാ ഡിപ്രഷൻ or grief. ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും കാണത്തില്ല. So that is what and mostly they procrastinate. എല്ലാം procrastinate ചെയ്തു വെക്കും. So this is what Bhagavan says, the kind of determination people have in Sattva, Rajo and Tamo Guna. Next one, Sukham 36. Yeah. Sukham Tvidhanim Trividham Shunu me Bharatarshaba Abhyasad Ramate Yatra Dukkantam cha nigacchati. What is the meaning? Okay. ഹേ ഫർദർശഫ, ബദ്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെപ്പറ്റി ഇനി പറയാം. ഇത് 3 വിധത്തിലുണ്ട്. Okay. So this is the happiness a person enjoys. ഈ സുഖങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും സത്വരജോ ഗുണ തമോ ഗുണത്തിൽ എങ്ങനെയാണെന്നുള്ളത്. യത്തദ് അഗ്രേ വിഷം ഇവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം വിഷയേന്ദ്രിയ സംയോഗാത് യത്തദ് അഗ്രേ മൃതോപമം പരിണാമേ വിഷം ഇവ തത്സുഖം രാജസംസ്മൃതം യദ് അഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനം ആത്മനഃ നിദ്രാലസ്യ പ്രമോദത്തം തത്താമസം ഉദാഹൃതം. Yes, Mataji. ആദ്യത്തിൽ വിഷം പോലെ തോന്നിക്കുന്നതും അന്ത്യത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരമുണർത്തുന്നതുമായ സുഖത്തെ സാത്വിക സുഖമെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃതതുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവും രജസവുമാണ് ഈ സുഖം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്തവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹരഹിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. Okay, thank you. So this is very clear. കാരണം എന്താ പറയാ, സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഓർ നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ പറയാ, ഓർ ഇറ്റ്സ് ലൈക്ക് സപ്പോസ് ബ്രിങ്ങിങ് അപ്പ് എ ചൈൽഡ്. So bringing up a child, it is very painful in the beginning. It's not an easy task. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ those who have children can understand ആ ഒരു ആദ്യത്തെ ഒരു വർഷം is a very tough stage. Every stage is tough, but then
So it's like it's pain. We think that it's not, and having a child is a very easy thing, but it's a pain at every step. Or it's like you have to put in so much effort. പക്ഷേ അതിന്റെ ഫലം എന്താന്ന് പറയുന്നത് it comes later on in life. ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഫലം. Or how you bring up a child. Bringing up a child in സത്വഗുണ is not an easy task. കാരണം ആദ്യം നമ്മൾ തന്നെ സത്വഗുണത്തിലാവണം. ബട്ട് ആൻഡ് ദെൻ ആ കൊച്ചിനെ നമ്മൾ വളർത്തി കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന്റെ എഫക്ട് എന്തായിരിക്കും? ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഫീഡ് എ ചൈൽഡ്. ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ, ഒരു കൊച്ചിന് നമുക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ വാട്ട് ഇസ് ദ ഈസിയസ്റ്റ് തിങ് വി ഡു? അതിന് വിൽ സ്വിച്ച് ഓൺ യൂട്യൂബ്, അതിൽ എന്തെങ്കിലും വീഡിയോ കാണിച്ച് വി വിൽ ഗിവ് ദ ഓർ ഫീഡ് ദ ചൈൽഡ്. ഓർ എന്താ ആ കൊച്ചു if the child has to be quiet, you just switch on the TV, let the child watch the TV. Yes, പക്ഷെ this is like we are seeking for immediate solution. പക്ഷെ ഇതിന് പകരം നമ്മൾ എന്താ പറയുന്ന, we spend our time. It is not easy. We spend our time sitting with the child, helping the child understand things. ആ TV വെക്കാണ്ട് നമ്മൾ ആ കൊച്ചിനെ we have to feed the child. How, or make the child eat on his own, or train the child to eat on his own. While എല്ലാം to some age you can feed, but after that training the child to eat on his own without switching on the TV is not easy. It takes time. പക്ഷേ അതിന്റെ പരിണാമം എന്താണ്? You will have the benefit later on in life. You will see how the child grows up to be a very responsible or a disciplined child. അതേപോലെ TV ഓൺ ചെയ്ത് കൊടുത്ത് to make him sit quiet is easy. That is in Rajoguna. But what he sees, how he gets attached to the television or screen, അതിന്റെ പരിണാമം we will see how it is, right? The same example നമുക്ക് എടുക്കാൻ പറ്റുന്നത്, to read scriptures daily ഇരുന്ന് ഭഗവത്ഗീത വായിക്കുന്നത്, this is not easy. It is painful in the beginning, but അത് നമ്മൾ പ്രാക്ടീസ്, but we have to do it. കാരണം അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് it is like nectar at the end. So സത്വഗുണത്തിലുള്ള ആക്ടിവിറ്റീസ് ആദ്യം നമുക്കത് it is very difficult. It's like poison. വിഷം പോലെ ആയിരിക്കും ആദ്യം, പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് is like long lasting peace, and it gives that higher self realization, and it is liberating. So that is more in sattva-guna. അതേപോലെ രജോഗുണത്തിലാവുമ്പോഴത്തേക്കും ഇവിടെ പറയുന്നത് രജോഗുണത്തിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നോക്കും. So we will receive all happiness in the beginning. I am so happy, I am going to a movie. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പക്ഷേ how long will that happiness last? Or so it is like nectar in the beginning, but it becomes like poison at the end. It's like giving that screen time for the child to make him sit quiet. പക്ഷെ അതിന്റെ പരിണാമം എന്തായിരിക്കും? It is like poison at the end. You won't be able to control his screen time, or they will start screaming, എനിക്ക് മൊബൈൽ വേണം, I want to watch TV. So we see that. So that is in Rajoguna. And Tamogunathil എന്ന് പറയുമ്പോഴത്തേക്കും the happiness that is blind to self realization, which is delusional. അതിൽ ആദ്യവും സന്തോഷമില്ല, അവസാനവും സന്തോഷം. Like people who are addicted to drugs or anything, there is no happiness in the beginning, or there is no happiness at the end. Parinamam, the result is also very dangerous of such actions. And in the beginning also there is nothing, because you can see many children who are addicted to drugs. There is nothing. There is no happiness in the beginning or in the end. Everything is in depression, or it's miserable at every stage. So that is the kind of they think they are in happiness, but it is not happiness. So that adana tamogunathilullathu. And idu I'm taking basic day-to-day example which we are seeing every day in our life around us. Yes. So that is happiness in the mode of ignorance. And 40th, the last sloka, nattad asti prithvyam va dividveshu va dividevishu va puna sattvam prakritirjair muktam yad ebhisyathribhir gunair. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. So എല്ലാവരും, all of us, whether മനുഷ്യനാണെങ്കിലും അസുരന്മാരാണെങ്കിലും ദേവന്മാരാണെങ്കിലും ബ്രഹ്മലോകം വരെ, everyone is bound. സത്വ രജോ തമോ ഗുണ. മുകളിൽ ലോകങ്ങളിൽ പോകുമ്പോഴത്തേക്കും രജോ തമോ കുറവായിരിക്കും, പക്ഷെ അവിടെ സത്വഗുണത്തിന്റെ ബൈൻഡിങ് ഇസ് there.
So the higher stages, very high stage loka, our the level of Maya or bondage is very, very different from നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ വിശ്വാമിത്ര മഹർഷി വാസ് ബൗണ്ട് ബൈ ഈ ഒരു ഗുണം. വി കനോട്ട് ടേക്ക് ദിയർ എക്സാമ്പിൾ. യെസ് ഹി ഈസ്, ബട്ട് we cannot compare him with our actions. നമ്മുടെ രജോ ഗുണം തമോ ഗുണം വെച്ച് അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. Their level of bondage is very different because elevation, അത്രയ്ക്ക് elevation ഉണ്ട്. They are so elevated. So, but at the same time, we cannot say, oh, Brahmadeva is in rajo guna. Can we even compare ourselves with Brahmadeva? So, though everyone in this material world is bound, but we have to understand there are different levels. Our bondage is so much more intense compared to the people on the higher level. But we are on a better level. Manishan is on a better level compared to Kirlogangal. They are so much in Tamoguna. So at least we have an option to elevate ourselves to go higher and higher in Sattva Guna and finally Vishuddha Sattva. Yes. So everyone in this material, that's what Krishna says, no one is free from those modes of nature. Everyone is bound, but at different degrees and different levels. So thank you so much. Any questions related to this? ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 18-ാം അധ്യായത്തിലെ 21 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ വളരെ നന്നായി ലളിതമായ ഉദാഹരണങ്ങൾ സഹിതം വിവരിച്ചു തന്ന ഹെയർ ഗ്രേസ് വിദ്യാസ്വരൂപിണി ദേവിദാസി മാതാജിക്ക് കൊച്ചി ഇസ്കോണിന് വേണ്ടി നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന ഗ്രേസ് ലളിതാ സുതാമയി ദേവിദാസി മാതാജിക്കും, ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തന്ന ഗ്രേസ് സുശീല സീതാദേവി ദാസി മാതാജിക്കും, ഭഗവത്ഗീത ശ്ലോകങ്ങൾ പറഞ്ഞു തന്ന ഗ്രേസ് വിദ്യാസ്വരൂപിണി ദേവിദാസി മാതാജിക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിക്കുന്നു. നമുക്ക് നരസിംഹ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രളാദാദായിനേ ഹിരണ്യകശിപോർവക്ഷഃ ശിലഠൻകാനകാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമദീം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖായ് അദ്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപു തനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹ